ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്ന് ഇവിടെ വടക്കേപ്പുറമൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ്. ജോലി കഴിഞ്ഞെത്തി. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. എല്ലാ ശനിയും ഞായറൊക്കെയാണ് ഇവിടെയൊക്കെ ക്ലീനിങ്, പുറം ഭാഗത്തെ ഭാഗങ്ങളൊക്കെ, പറമ്പിലെ ഭാഗങ്ങളൊക്കെ അടിച്ചു വരാറ്. ഇന്നിപ്പോ ശനി ഞായറും നമുക്ക് കഴിഞ്ഞ ശനി ഞായറും പറ്റിയില്ല. ഇപ്പൊ എന്തായാലും ഇവിടെ അടിച്ചു വരട്ടെ കേട്ടാ. നിറയെ എല്ലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അടിച്ചു വാരിട്ട്, രാവിലത്തെ സമയം പറ്റിയില്ല, വൈകിട്ട് വന്നപ്പോഴാണ് അടിച്ചു വരാൻ പറ്റിയ ഒരു സമയമാണ്. കാരണം ആകെ വെയിലൊക്കെ വന്നിട്ട് ഒരു ഡ്രൈ ആയ സമയമായി തോന്നി. അപ്പൊ പിന്നെ അടിച്ചു വരട്ടെ. ഇവിടെയൊക്കെ ഓലയൊക്കെ വീണിട്ടേ നല്ല കാറ്റുണ്ടായിരുന്നു രാവിലെ. അപ്പൊ ഓല മടലൊക്കെ വീണിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സൈഡിന് മാറ്റിയിടണം. ഇനി അതൊരു ദിവസം കൊത്തിയാഞ്ഞൊക്കെ വെക്കാനുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വേനൽക്കാലത്തേക്കൊക്കെ നമുക്ക് കത്തിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ഇട്ട് വിറകുണ്ടാവുള്ളൂ. അപ്പൊ അത് കൊത്തിയാഞ്ഞ് വെക്കാനുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അത് ചെയ്യാനുള്ള സമയമില്ല. എന്തായാലും ഇവിടെ നിന്ന് ക്ലീൻ ആക്കട്ടെ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ മേലേക്ക് പോവാനുള്ള സ്റ്റെപ്പ്, കോണിയുടെ സ്റ്റെപ്പുകളൊക്കെ ഇല വന്നിട്ട് വീണിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ മഴ പെയ്യുമ്പോ എന്താ, ഈ ഇല അവിടെ കിടന്നിട്ട് അങ്ങനെ നനഞ്ഞ് എപ്പോഴും ഒരു നനവായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ഇലകളൊക്കെ ഒന്ന് തട്ടി ഒതുക്കി എടുക്കാനുണ്ട്. അപ്പൊ ഈ ചൂല് കൊണ്ട് തന്നെ ആയിട്ട് എടുക്കുക. മറ്റേത് ഞാൻ ആ കുറ്റിച്ചൂല് വെച്ചാണ് അടിച്ചു വരാറ്. ഇപ്പൊ എന്തായാലും ഒന്ന് ഈ നമ്മുടെ ഈ യെല്ലോ ചൂല് ബ്രഷ് ഉണ്ടല്ലോ, അതായിട്ട് സുഖമായിട്ടുണ്ട് അടിച്ചു പോരാ. അപ്പൊ മേലേക്ക് കയറട്ടെ. അപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ട്രൈപോഡ് വെച്ച് ഈ സൈഡിനാണ്. അത് കറക്റ്റിന് വെച്ചാലേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ, വീഡിയോയിൽ കറക്റ്റ് വീഡിയോസ് കിട്ടുള്ളൂ. അപ്പൊ അതൊന്നും എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടാ. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിന്റെ അവിടെ ഗ്രില്ല് വെക്കും. കാരണം നായ്ക്കള് വന്ന് കയറും. അങ്ങോട്ട് മേലെയാണ് തുണികളൊക്കെ നമ്മൾ കൊണ്ടുപോയിടുക. അപ്പൊ ആ നായ്ക്കൾ വന്ന് കയറി കഴിഞ്ഞാല് പ്രയാസമല്ലേ. നമ്മളെ ഓർക്കാതെ കണ്ട് മേലെ കയറുന്ന സമയത്തായിരിക്കും നായ്ക്കൾ ഇറങ്ങുക. ഒരിക്കൽ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ മേലേക്ക് തുണികൾ ഇടാനായിട്ട് കയറുന്ന സമയം നിറയെ നായ്ക്കളായിരുന്നു മേലെ. ആദ്യം ഇവിടെ ഗ്രില്ലുണ്ടായിരുന്നില്ല. അപ്പൊ ആ നായ്ക്കള് ഇറങ്ങുന്ന സമയം ഞാൻ പകുതിയോളം സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ സൈഡിനായിട്ട് മാറി നിന്നു. പാവം നായകൾ അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്തു. ഒരു രക്ഷയില്ല, കടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ നിന്ന് കടി കൊള്ളേ നിവൃത്തിയുള്ളൂ. അല്ല എന്താ ചെയ്യാ? എനിക്ക് ഇങ്ങോട്ടും ഇറങ്ങാൻ വയ്യ, അങ്ങോട്ട് കയറാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോയിണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടെ ഗ്രില്ലൊക്കെ വെച്ചത് കേട്ടാ. അങ്ങനെ ഒരു അപകടം ഉള്ളത് കാരണം. അപ്പൊ ഗ്രില്ല് വെച്ചപ്പോ പിന്നെ നായകളൊന്നും കേറില്ല. അതൊരു ധൈര്യമായി. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ആ സ്റ്റെപ്പുമത്തെ ഇലകളൊക്കെ ഒന്ന് അടിച്ച് താഴത്തേക്ക് ആക്കുകയാണ്. അതങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവിടെ ലീക്ക് വരും. നമ്മുടെ വാർപ്പിന്റെ മേലൊക്കെ ലീക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇലകൾ കിടന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്, ഷോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ട്രൈപോഡ് റെഡിയാക്കി വെക്കുന്നു. ഓക്കെ, ഇത്രയും ഇലകൾ അതുകൊണ്ടായിരുന്നതാണേ. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ മറക്കല്ലേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇപ്പൊ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി അവിടെ നിന്നും ആ ഭാഗത്തുനിന്ന് ഒന്നുകൊണ്ട് അടിച്ചു വാരി നമുക്ക് ആ തെങ്ങിന്റെ കടക്കിലേക്ക് ഈ ഇലകളെല്ലാം കൊണ്ടുപോയിടണം. എന്നും അടിച്ചു വരാനുള്ള ഉണ്ടാവും. അത്രയും ഇലകളാ കൊഴിയുന്നതേ. ഒരു കാറ്റുണ്ട് വീശി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു കാറ്റ് വീശിയാൽ മതി, ഈ അടിച്ചു വാരിയ സ്ഥലത്തെല്ലാം ഇലകൾ കറങ്ങും. പിന്നെ ഇപ്പൊ അങ്ങനെ വൃത്തികേടായിട്ട് ഇടാൻ കഴിയില്ലല്ലോ. രാവിലത്തെ സമയം നമുക്ക് സമയം കിട്ടില്ല. ആദ്യം മഴ ഇല്ലെങ്കിലൊക്കെ ഉള്ള സമയം വെച്ചൊക്കെ അടിച്ചു വരായിരുന്നു. അപ്പൊ അത് അങ്ങനെയും പറ്റില്ല. അപ്പൊ ഞാൻ കാണുന്ന ഭാഗത്തേക്കായിട്ട് നമ്മളുടെ ട്രൈപോഡ് കൊണ്ടുവയ്ക്കുകയാണേ. നാളികേരം പൊളിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇതെല്ലാം കൂടെ നമ്മളുടെ കിണറിന്റെ ഭാഗത്തുള്ള തെങ്ങിന്റെ കടക്കിലേക്ക് കൊണ്ടുവരണം. വേനൽക്കാലാണെങ്കിൽ ഇതുപോലെ കൂട്ടിയിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കത്തിക്കുക ചെയ്യുക. പക്ഷെ ഇപ്പൊ അത് വയ്യല്ലോ, ഇതൊക്കെ നനഞ്ഞതാണ്, ഇപ്പൊ കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിനിടയ്ക്ക് നമ്മളുടെ കുപ്പിപ്പാട്ട ചേച്ചിയൊക്കെ തമിഴിൽ വരില്ലേ, അവര് വന്നിട്ട് നമ്മളുടെ ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ അവർക്ക് വിറ്റുവിട്ട. കാരണം ഇനിയിപ്പോ ഉണ്ണിക്കുട്ടന് 10ാം ക്ലാസ് വരെ ഉള്ളത് കഴിഞ്ഞു. അവന്റെ ബുക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അത് അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാല് അതൊക്കെയാണ് ശനി ഞായറും പണി. അതുകൊണ്ട് ഇവിടെ അടിച്ചു വരാനൊന്നും പറ്റിയില്ല. അപ്പൊ അതൊക്കെ അവരവിടെ ചാക്കിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മുടെ ഹരിതകർമ്മ സേനയിലേക്ക് വരുമ്പോ അവർക്ക് കൊടുക്കും. അപ്പൊ അതും കണ്ട് ക്ലീൻ ആവും.
ഇപ്പൊ ഡ്രസ്സാണെങ്കിലും വേറെയുള്ള കാര്യങ്ങളാണെങ്കിലും ഓരോ വർഷത്തിലും നമ്മൾ അതൊന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടില് വേസ്റ്റ് തുണികളും വേസ്റ്റ് പേപ്പറുകളും ഒന്നും ആയിട്ട് നിറഞ്ഞു കിടക്കില്ല. അപ്പൊ അതൊരു അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി ക്ലീൻ ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു.